ഏപ്രിൽ ഒരു ഏപ്രിൽ ഒരു 30യോട് കൂടി നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല് എല്ലാ പോർഷൻസും എല്ലാ ഫാക്കൽറ്റിനെയും വിളിച്ചിട്ട് നമ്മളത് അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 30യോട് കൂടി നമ്മൾ കംപ്ലീറ്റ് പോർഷൻ തീർക്കും ഓൾമോസ്റ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇനി കുറച്ചൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ എന്ന്. അപ്പൊ അതിന് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു വഴി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അഡീഷണൽ ക്ലാസ് വരെ വെച്ചേക്കാം. അതായത് ഏതെങ്കിലും പോർഷൻ തീരില്ല എന്ന് നമുക്ക് തോന്നുകയാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ലുക്കീമിയ അങ്ങനെ ഏതെങ്കിലും പോർഷൻസ് പ്രധാനപ്പെട്ട ഏതെങ്കിലും പോർഷൻസ് മിസ്സിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് തീരില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു 6:30 to 8 അഡീഷണൽ 1-2 ക്ലാസ്സുകൾ പോലും വീക്കിൽ വെച്ചേക്കാം. അപ്പൊ നിങ്ങൾ അതിന് വില്ലിങ് ആവണം. ഒന്നാമത്തെ കാര്യം പറയാം, ഞങ്ങളുടെ ഭാഗത്ത് പറയാനുള്ളതാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മെയ് 1 മുതലെങ്കിലും മെയ് 1 to May 31 ഒരു 30 ഡേയ്സ് എങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ എടുത്ത പോർഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫാക്കൽറ്റീസിനെ കൊണ്ട് നമ്മുടെ ക്ലാസ് എടുത്ത ഫാക്കൽറ്റി തന്നെ അല്ലെങ്കിൽ വേറെ ആ ഫാക്കൽറ്റികൾ തന്നെ അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് നമ്മൾ പോകും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗ്രാം പോസിറ്റീവ് ഒക്കെ ഒരു ഫാക്കൽറ്റി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊക്കേനെ ബേസ് ചെയ്തിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പരമാവധി വെറും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ അനാലിസിസ്, മനസ്സിലായല്ലോ. ഇപ്പൊ ക്രാഷ് കോഴ്സിനൊക്കെ ജോയിൻ ചെയ്തവർക്ക് ഏറ്റവും കൂടുതൽ അതായിരിക്കും ഉപകാരപ്പെടുക. അപ്പൊ അവർ ചെയ്യണം. അപ്പൊ അത് നമ്മൾ മെയ് 1 മുതൽ എന്ന് പറഞ്ഞാൽ മെയ് 1 മുതൽ നമുക്ക് തുടങ്ങണം. പിന്നെ ഒരു ജൂൺ 1 മുതൽ ഒരു ജൂൺ 10-12 വരെയെങ്കിലും നമുക്ക് കുറച്ച് എക്സാമുകളെങ്കിലും എന്തായാലും ചെയ്യണം. ഒരു 10 എക്സാം ഏറ്റവും മിനിമം നമുക്ക് ചെയ്യണം. അതിന്റെ ഒരു നമ്മൾ രാത്രി എക്സാം ചെയ്യുന്നു, പിറ്റേ ദിവസം അതിന്റെ അനാലിസിസ് നടത്തുന്ന രീതിയിൽ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നമുക്ക് മിനിമം കവർ ചെയ്യണം. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് അഡീഷണൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കവർ ചെയ്യുക എന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3000+ ക്വസ്റ്റ്യൻസ് എന്റെ പുസ്തകത്തിലുള്ള ചോദ്യങ്ങളല്ലാതെ തന്നെ പലയിടത്തുനിന്നൊക്കെ ആയിട്ട് ഏകദേശം 3000+ ക്വസ്റ്റ്യൻസ് നമ്മൾ പലതായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു ഭാഗത്ത് കൂടെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരു ഇന്റൻസിറ്റി അനുസരിച്ചായിരിക്കും അതിന്റെ ഒക്കെ ഒരു ലെവല് നമുക്ക് പോവാം. നിങ്ങൾക്ക് അവസാനം കഴിയുമെങ്കിൽ നിങ്ങളുടെ ലീവ്, ആനുവൽ ലീവ് അല്ലെങ്കിൽ കുറച്ച് ദിവസം ജോലി എന്നുള്ള അവധി അതൊക്കെ എക്സാമോട് അനുബന്ധിച്ചൊക്കെ എടുക്കാൻ നിങ്ങൾ സ്വയം ശ്രമിക്കുക കേട്ടോ. നമ്മളൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനാണെങ്കിൽ ഒരാഴ്ച ലീവ് എടുക്കാന്ന് പറഞ്ഞു, ഷാജി സാർ ഒരാഴ്ച ലീവ് എടുക്കാന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ആരിഫ് സാർ ഒരാഴ്ച ലീവ് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു 3 ആഴ്ച അവിടെ കിട്ടും. ഓരോ ഫാക്കൽറ്റിയും ഓരോ മെന്റേഴ്സും ഓരോ വീക്ക് നിങ്ങളുടെ കൂടെ അറ്റ്ലീസ്റ്റ് മിനിമം ഉണ്ടാവും. ചിലപ്പോൾ ചന്ദ്ര സാറും കൂടിയേക്കാം. ഞാൻ ചന്ദ്ര സാർ സംസാരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ 1 വീക്ക് നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഒരു 1 മന്ത് അപ്രോക്സിമേറ്റ് ഫുൾ ടൈം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരു ഡെഡിക്കേറ്റഡ് മെന്റർ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈവനിങ് 24/7 എന്നുള്ള രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. മാക്സിമം നമ്മൾ നിങ്ങളുടെ കൂടെ ഇരിക്കുക. രാവിലെ ആണെങ്കിലൊക്കെ സൂം ഓപ്പൺ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ പോകാം. നമ്മൾ എന്തായാലും അത് കവർ ചെയ്യും. ടോപ്പിക് എന്തായാലും ഏപ്രിൽ 30 കവർ ചെയ്യും. മെയ് 1 മുതൽ മെയ് 30 വരെ നമ്മൾ ഫാക്കൾട്ടിനെ ഉപയോഗിച്ച് തന്നെ അവരെടുത്ത പോർഷൻസിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യാം. നമ്മൾ കുറെ തിയറി പഠിച്ചിട്ട് ഇനി കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ പോകണം. ഓക്കെ, മെയ് അത് കവർ ചെയ്ത് അപ്പൊ ഫസ്റ്റ് നിങ്ങൾ തിയറി നന്നായിട്ട് പഠിക്കുന്നു. മെയിൽ ആ ഒരു റിവിഷൻ കം ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായല്ലോ. ഇപ്പോ റിവിഷൻ കം ക്വസ്റ്റ്യൻ, ഇപ്പോ നമുക്കൊരു ഉദാഹരണം പറയാം. ട്രിപ്പനോസോമ ബ്രൂസി സ്ലീപ്പിംഗ് സിക്നസ് ആണോ ഉണ്ടാക്കുന്നത്, ചാഗാസ് ഡിസീസ് ആണോ ഉണ്ടാക്കുന്നത്? അപ്പൊ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരുമ്പോ അപ്പൊ ഇവിടെ ഫാക്കൽറ്റി ചിലപ്പോൾ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റി പറയും ട്രിപ്പനോസോമ ബ്രൂസ്ലി. ഞാനാണെങ്കിൽ എങ്ങനെ പറയാം? ട്രിപ്പനോസോമ ബ്രൂസ്ലി എന്നാ പറയാ. ട്രിപ്പനോസോമ ബ്രൂസ്ലി എന്നാ പറയാ. അപ്പൊ എന്താ പറയാ? ട്രിപ്പനോസോമ ബ്രൂസി ആണ് സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്നത്. സ്ലീ, മനസ്സിലല്ലോ. അത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിവൈസ് ചെയ്തുമ്പോഴാണ് നമുക്ക് കിട്ടുക. ചഗാസ് ഡിസീസ് എന്ന് പറയുമ്പോൾ സി അവിടെയുണ്ട്. ചഗാസ് ഡിസീസിൽ ഒരു സി ഉണ്ട്, അതുപോലെ തന്നെ ക്രൂസിയിൽ ഒരു സി ഉണ്ട്. അപ്പൊ ഞാനതിങ്ങനെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും, മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള റിവിഷൻ പാറ്റേണുകളൊക്കെയാണ് നമ്മൾ ഈ മെയിലും ജൂണിലൊക്കെ ആഗ്രഹിക്കുന്നത്. റിവൈസ് ചെയ്ത് തറവാവുക, സബ്ജക്ട് തറവാവുക, കൺഫ്യൂഷൻസ് ക്ലിയർ ആവുക. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ് ആണെങ്കിൽ യെസ് എന്ന് പറയൂ, അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയാ നമ്മൾ പറഞ്ഞത്? ഏപ്രിൽ 30 വരെയെങ്കിലും എങ്ങനെയെങ്കിലും നമുക്ക് സബ്ജക്ട് തീർക്കണം. കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് അറിയാം, പക്ഷെ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യണം. അതിനെങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. ഇനിയിപ്പോ നമ്മൾ പ്ലാൻ ഒന്ന് ചെറുതായിട്ട് മാറ്റി പിടിക്കേണ്ടി വരും. 70 ഡേയ്സിൽ 100 ഡേയ്സിൽ 30 ഡേയ്സ് കവർ ചെയ്ത് കഴിഞ്ഞു, ബാക്കി 60 ഡേയ്സ് അല്ല 70 ഡേയ്സ് എങ്ങനെ പ്ലാൻ ചെയ്യാൻ നമ്മൾ പറയുന്നത്. അപ്പൊ ഏപ്രിൽ നമ്മൾ സബ്ജക്ട് മൊത്തം കവർ ചെയ്യുന്നു. ഫാക്കൽറ്റിനെ വെച്ചിട്ട് മെയിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നു. അത് അവരോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം, പഴയ PSC ക്വസ്റ്റ്യൻസ് നോക്കണം, പോസിബിൾ ക്വസ്റ്റ്യൻസ് നോക്കണം. ഈവൻ നമ്മൾ മുമ്പെടുത്ത ക്ലാസ്സിലുള്ള പിന്നെ PPT ക്വസ്റ്റ്യൻസിൽ അതന്നെ വീണ്ടും റിവൈസ് ചെയ്യണം.
പിന്നെ അവിടെ നമുക്ക് അഡീഷണൽ ചെയ്യാവുന്നത് കൺഫ്യൂഷൻസ് ആണ് എപ്പോഴും. മനസ്സിലായി? ഈ ഓപ്ഷനിൽ ഏത്, ഈ ഓപ്ഷനിൽ ഏത്, മനസ്സിലായല്ലോ? ആ സംഗതികൾ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ടിപ്സും ട്രിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെ മെമ്മറിയിലേക്ക്, ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ആലോചനയാണ് നമുക്ക് മെയിൽ ചെയ്യാനുള്ളത്. ജൂണിൽ നമുക്ക് കുറെ എന്ത് ചെയ്യണം, മോഡൽ എക്സാമുകൾ ചെയ്യണം. മോഡൽ എക്സാമുകൾ ചെയ്ത് നമ്മൾ കോൺഫിഡന്റ് ലെവലിലേക്ക് പോവുക. ഇതാണ് നമ്മുടെ ഒരു പ്ലാൻ, നിലവിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്ലാൻ കേട്ടോ. ഈ പ്ലാൻ ഒന്ന് നിങ്ങളുടെ അടുത്ത് പറയാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ. പിന്നെ എപ്പോഴും ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ എന്താ പറയാ, മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ഞാനിപ്പോ പറയാ, ഞാൻ വെറുതെ ചോദ്യം ചോദിക്കാം, വെറുതെ ഒരു ഓർമ്മയുന്ന ചോദ്യം ചോദിക്കാം. എന്താ ചോദിക്കുക? ഹെപ്പറ്റൈറ്റിസ് പഠിപ്പിച്ചില്ല എങ്കിൽ ഞാൻ ചോദിക്കുക, ഹെപ്പറ്റൈറ്റിസ് ബി HBe ആന്റിജൻ പോസിറ്റീവ് ആണ്, എന്നാൽ anti-HBe നെഗറ്റീവ് ആണ്. ക്ലിയർ ആയില്ല? HBe ആന്റിജൻ റിയാക്റ്റീവ് ആണ്. HBe ആന്റിജൻ സിറോളജി, ഹെപ്പറ്റൈറ്റിസ് സിറോളജിന്റെ റിസൾട്ട് വന്നു. HBe ആന്റിജൻ റിയാക്റ്റീവ് ആണ്. HBe ആന്റിബോഡി അല്ലെങ്കിൽ anti-HBe നോൺ റിയാക്റ്റീവ് ആണ്. എന്താ അതിൽ നമുക്ക് 3-4 ഓപ്ഷൻസ് വന്നു. ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്, ആക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ്, അതല്ലെങ്കിൽ നമുക്ക് സൈലന്റ് ഇൻഫെക്ഷൻ, ആക്റ്റീവ് ഇൻഫെക്ഷൻ. ഇതിൽ ഏതായിരിക്കും ആൻസർ? ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്, ആക്റ്റീവ് ഇൻഫെക്ഷൻ, ആക്റ്റീവ് റെപ്ലിക്കേഷൻ, ആക്റ്റീവ് വൈറൽ റെപ്ലിക്കേഷൻ, അല്ലെങ്കിൽ സൈലന്റ് ഇൻഫെക്ഷൻ. നിങ്ങൾ വെറുതെ ഒന്ന് പറയും, തെറ്റായിക്കോട്ടെ, നിങ്ങൾ തെറ്റിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. HBe ആന്റിജൻ ഹെപ്പറ്റൈറ്റിസ് അക്യൂട്ട്, ഹലീം അക്യൂട്ട്. ഹെപ്പറ്റൈറ്റിസ് ഇ ആന്റിജൻ ആക്റ്റീവ് ആണ്. അനഘ ഇപ്പൊ ഹാദ് എക്സാം ഒക്കെ പാസ്സായതല്ലേ ഉള്ളൂ, ഇപ്പൊ അബുദാബിയിലെ എക്സാം ഒക്കെ പാസ്സായതല്ലേ, ഒന്ന് പറഞ്ഞേ. അക്യൂട്ട് നോക്കെ, അക്യൂട്ട് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്, സൈലന്റ് ഉണ്ട്, ക്രോണിക് ഉണ്ട്. 4 പദങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ, ശ്രദ്ധിച്ചോണേ. ഒരു PSC ക്വസ്റ്റ്യൻ അട്ടതാ, ഞാൻ വൃത്തപ്പെട്ടതാ, അങ്ങനെ ക്വസ്റ്റ്യൻ എവിടെയും വന്നിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇട്ടതാ. ഓക്കെ. ഹെപ്പറ്റൈറ്റിസ് ഇ ആന്റിജൻ റിയാക്റ്റീവ്, anti-HBe നോൺ റിയാക്റ്റീവ്, ഞാൻ പറഞ്ഞ ഓപ്ഷൻസുകളൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നല്ലോ. അക്യൂട്ട് ഇൻഫെക്ഷൻ, ക്രോണിക് ഇൻഫെക്ഷൻ, സൈലന്റ് ഇൻഫെക്ഷൻ, ആക്റ്റീവ് റെപ്ലിക്കേഷൻ. സിനി എന്താ ചെയ്യണത്? സിനി എന്താ പഠിച്ചേ? വെറുതെ ചോദിക്കാം, സിനി എന്താ ചെയ്യണേ വെറുതെ? ഞാൻ ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യാം. അതെ, വെരി ഗുഡ്. എവിടെ, ഏതാ, പിന്നെ സിറോളജി ലാബിൽ വല്ലതും വർക്ക് ചെയ്യണ്ടോ? ഇല്ല, ഹെൽത്ത് സർവീസ് ആണ്. വെരി ഗുഡ്. എന്താ പഠിച്ചേ? ഞാൻ MSc MLT. മൈക്രോബയോളജി ആണോ അതോ വേറെ ആണോ? ബയോകെമിസ്ട്രി. മാഷാഅല്ലാ. എവിടെയാ പഠിച്ചേ? കാലിക്കറ്റ്. വെരി ഗുഡ്. ഓക്കെ. എന്തുകൊണ്ടാ സിനി അങ്ങനെ ആക്റ്റീവ് എന്ന് പറഞ്ഞേ? ഞാൻ എവിടെയോ കേട്ട പോലെ കുറച്ച് നാളായി. ഓക്കെ, കുഴപ്പമില്ല. അമീം എന്തുകൊണ്ട് ആക്റ്റീവ് എന്ന് പറഞ്ഞേ? ആക്റ്റീവ് സ്റ്റേജിലാണെന്ന് തോന്നുന്നു. എങ്ങനെ അമീന എന്താ പറഞ്ഞ? വ്യക്തമായിട്ട് പറഞ്ഞു. നല്ല ആൻസർ ആണ്, വെരി ഗുഡ് ആണ്. ആന്റിജൻ പ്രൊഡക്ഷൻ ആക്റ്റീവ് സ്റ്റേജിലാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. അമീനയും MSc MLT പഠിച്ചതാ? അല്ല സാർ, ഞാൻ DMLT ആണ്. വെരി ഗുഡ്, എക്സലന്റ്. ഓക്കെ. അപ്പോ എന്തായാലും രണ്ടുപേരും കറക്റ്റ് ആൻസർ പറഞ്ഞു. ഒരു MSc MLT-ക്കാരും ഒരു DMLT-ക്കാരും ആൻസർ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം എന്താണെന്ന് അറിയാമോ? അപ്പൊ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, ഇത് MSc MLT-ക്കാർക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ, BSc MLT-ക്കാർക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ, DMLT-ക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് സിമ്പിൾ ഒരു സാധനമാണ്. അവിടെ ഹെപ്പറ്റൈറ്റിസ് ബി ആന്റിജൻ പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ആക്റ്റീവ് വൈറൽ ലോഡ് ഉണ്ട് എന്ന് അർത്ഥം. റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട് എന്നർത്ഥം. ഹെപ്പറ്റൈറ്റിസ് റെപ്ലിക്കേഷൻ നടക്കുന്നതുകൊണ്ടാണ് ഹെപ്പറ്റൈറ്റിസ് ഇ ആന്റിജൻ അവിടെ പ്രസന്റ് ആവുന്നത്. മനസ്സിലായല്ലോ? ഇതിൽ അക്യൂട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അക്യൂട്ട് എന്ന് പറഞ്ഞ ആൻസർ പാർഷ്യലി കറക്റ്റാ. അക്യൂട്ട് എന്ന് പറഞ്ഞ ആൻസർ പാർഷ്യലി കറക്റ്റ് ആണ്. ചിലപ്പം അത് കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചത് ഹെപ്പറ്റൈറ്റിസ് ഇ
അപ്പോ ഹെപ്പറ്റൈറ്റിസ് ബി ഈ ആന്റിജൻ പ്രസന്റ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആണ്, വൈറൽ റെപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പൊ അക്യൂട്ട് അല്ലേ എന്ന് ചില ഭൂരിപക്ഷം ആളുകൾ അക്യൂട്ട് വെച്ച് അക്യൂട്ട് എന്ന് ഡിസൈഡ് അല്ലെങ്കിൽ നമ്മൾ കൺഫേം ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോർ ടോട്ടലും അതുപോലെ തന്നെ IgMഉം ചെയ്യും. മനസ്സിലായല്ലോ? കോർ ടോട്ടൽ എന്തായാലും പ്രസന്റ് ആയിരിക്കും. ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ HBC കോർ ടോട്ടൽ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും, റിയാക്റ്റീവ് ആയിരിക്കും. പക്ഷേ ആന്റി HBC IgM ആക്റ്റീവ് ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയാ, അക്യൂട്ട് എന്ന് പറയാം. മറ്റേതാണെങ്കിൽ HB ആന്റിജൻ റിയാക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ആക്റ്റീവ് ഇൻഫെക്ഷൻ റെപ്ലിക്കേഷൻ ഉണ്ട് എന്ന് തന്നെ പറയും. അതേസമയം സൈലന്റ് ഇൻഫെക്ഷൻ ആണെങ്കിൽ പ്രത്യേകിച്ചും ക്രോണിക് കേസിലൊക്കെ HB ആന്റിബോഡി അല്ലെങ്കിൽ ആന്റി HB ആയിരിക്കും റിയാക്റ്റീവ് വേണ്ട. ഇതൊരു കൺസെപ്റ്റാണ്, മനസ്സിലായില്ല? അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ കാര്യങ്ങൾ പഠിക്കാം, കാണാതെ പഠിക്കാം അല്ലെങ്കിൽ കൺസെപ്റ്റ് പഠിക്കാം. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ ഈ ഒരു ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കൺസെപ്റ്റിൽ തന്നെ ഫോക്കസ് ചെയ്യാം. അപ്പൊ ഞാൻ മറ്റേ പറഞ്ഞതൊക്കെ ഇപ്പൊ എന്തെങ്കിലും കോഡൊക്കെ തന്നാലും അതൊരു ഷോർട്ട് ടൈം മെമ്മറിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കൺസെപ്റ്റ് മനസ്സിലാവണം. നമ്മളൊക്കെ ഇപ്പൊ ഈ കൺസെപ്റ്റ് ഇങ്ങനെ മെല്ലെ മെല്ലെ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. ഞാനിപ്പോ ഇതൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ചില ചോദ്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ചില സാധനങ്ങൾ ഇങ്ങനെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഇട്ടെന്ന് മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞത് ഏപ്രിൽ 30 വരെ ഇനിയും സമയമുണ്ട്. അപ്പൊ നിങ്ങൾ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ ഇപ്പൊ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ തന്നെ എന്തെടുക്കുക, ഈ ഏപ്രിൽ 30 വരെ എടുക്കുക. മെയ് 1 to 30 നമ്മൾ എന്ത് ചെയ്യുന്നു, പഴയ കുറെ PSC ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും റിവിഷനുമായിട്ട് മുന്നോട്ട് പോകും. ജൂണിൽ നമുക്ക് എക്സാമുകൾ നടത്താം. അപ്പൊ നമ്മൾ ഓരോ വീക്കിലായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഏകദേശ ധാരണ. ഇത് നിങ്ങൾ അറിയിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല ഞാൻ കുറച്ചു കാലമായിട്ട് മിസ്സിംഗ് ആണ്, വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും അതുപോലെ തന്നെ പല കാര്യങ്ങളിൽ നിന്നൊക്കെ മിസ്സിംഗ് ആണ്. എനിക്ക് ഒരു സങ്കടം ഉണ്ട് അതിന്റെ അടുക്ക്. ഒരാളോട് ഞാൻ ചോദിച്ചപ്പോ എന്താ ചോദിച്ചു, ക്ലാസ് ഒക്കെ ഒന്നും വരുന്നില്ല. സാർ ഞാനിപ്പോ IPL-ലൊക്കെ കളിയൊക്കെ കാണുന്നതാണ്. എനിക്ക് ശരിക്കും സങ്കടം തോന്നി. സങ്കടം എന്ന് പറഞ്ഞാൽ എത്ര അധികം വിഷമം തോന്നിപ്പോയി. കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അറിയാം. അവൻ ചിലപ്പോൾ വളരെ ലാവിഷായിട്ട് പറഞ്ഞതായിരിക്കും, എന്റെ അടുത്തുള്ള ഫ്രീഡം കൊണ്ട് പറയുന്നതായിരിക്കും. ഞാൻ വളരെ പിന്നെന്താ പറയാ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ IPL-ലൊക്കെയാണ് ആള് ഫോക്കസ്ഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ IPL-ൽ എത്തിച്ചേരാന്ന് പറഞ്ഞാൽ ഇപ്പൊ പെൺകുട്ടികൾക്കൊന്നും അറിയണ്ടാവില്ല. IPL എന്ന് പറഞ്ഞാൽ ഒരു ക്രിക്കറ്റ് നടക്കുന്നുണ്ട്, അതൊരു ഭയങ്കര കച്ചവട പരിപാടിയാണ്, കളിയാണ്, സംഭവം രസമാണ്. പക്ഷെ 1-2 മാസം നീണ്ടു നിൽക്കുന്ന ഇപ്പൊ സഞ്ജുവിന്റെ ആളായിക്കോട്ടെ, നിങ്ങൾ സഞ്ജു കേരളത്തിലുള്ള ഒരാളാണ്, അയാള് പിന്നെ രാജസ്ഥാന് വേണ്ടി കളിക്കുന്നു, അതൊക്കെ നമുക്ക് പരീക്ഷ ഒക്കെ ആയിട്ട് കളി റെക്കോർഡ് അവിടെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഫൈനലൊക്കെ കാണുന്നല്ലോ. എല്ലാ IPL ഒക്കെ കാണുന്നത് എങ്ങനെ നമുക്ക് സമയം കിട്ടും? 3 മണിക്കൂറിന്റെ കളി. അപ്പൊ നിങ്ങൾ ഓരോ കാര്യത്തിന് എടുക്കുന്ന പ്രിഫറൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് കേട്ടപ്പോൾ സങ്കടം തോന്നി. പക്ഷെ ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞും കൊടുത്തു. ഈ പറയുന്ന സഞ്ജു ആണെങ്കിലും ഇപ്പൊ ഒരു 13 വയസ്സുകാരൻ വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്ന ഒരു കളിക്കാരൻ, പെരിന്തൽമണ്ണയിലുള്ള മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലുള്ള കളിക്കാരൻ മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു ടീം എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ആദ്യത്തെ കളിയിൽ 3 വിക്കറ്റ് ഒക്കെ എടുത്ത് ഭയങ്കര ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയയിൽ. പക്ഷെ അവന് 24 വയസ്സായിരുന്നു. നമ്മൾ ചിന്തിക്കേണ്ടത് അവൻ 11 വയസ്സ് മുതൽ ക്രിക്കറ്റിലാണ് ഫോക്കസ്ഡ്. അവൻ പെരിന്തൽമണ്ണ PTM കോളേജിൽ PG ചെയ്യാണ്, എന്തൊരു കോഴ്സിൽ. പക്ഷെ അവൻ 11 വയസ്സ് മുതൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ക്രിക്കറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ മോൻ. അവന്റെ 13 വർഷത്തെ എഫേർട്ടിന്റെ റിസൾട്ടാണ് അവന് കിട്ടുന്നത്. നിങ്ങൾ ആലോചിച്ച്, 13 വർഷത്തെ വർക്കിന്റെ റിസൾട്ടാണ് അവന് കിട്ടുന്നത്. 13 years. Hanan, stop. I am in a class. അപ്പൊ ഈ 13 വർഷത്തെ റിസൾട്ടാണ് അവന് ഈ ഒരു ടീമിലേക്ക് കിട്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ കോച്ചിങ് പരിപാടി തുടങ്ങിയിട്ട് 6 മാസം പോലും ആയിട്ടില്ല. ഡിസംബറിലാണ് നമ്മൾ തുടങ്ങി. നമ്മൾ 3 മാസം, ഒരു 6 മാസമെങ്കിലും നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ PSC-യിലേക്ക് ഒരു ലൈഫ് ലോങ് നമുക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ് കിട്ടുന്ന ഒരു സംഗതിയിലേക്ക് എത്താൻ ഒരു 6 month എങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ വില്ലിങ് അല്ലെങ്കിൽ, മാസം ഒരു 50,000 രൂപയോളം ശമ്പളം കിട്ടുന്ന ഒരു പരിപാടിയിലേക്ക് പിന്നെ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ 6 month എങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ട് സങ്കടം പറയാൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ കുറെ ദിവസമായിട്ട് നിങ്ങളങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിലുള്ള ആളുകൾ കുറവാണ്, എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. എല്ലാവരും ഇങ്ങനെ പേഴ്സണലായിട്ട് തട്ടി ഉണർത്തി വരൂ എന്ന് എല്ലാ ദിവസവും ഇങ്ങനെ 5 പേർക്കും വാട്സപ്പ് ചെയ്യാനൊക്കെ, അതൊക്കെ ഇനി പ്രയാസമാണ്. അപ്പോൾ ഹൂഎവർ പ്രസന്റ് അവർ ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോവുക. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവും. മനസ്സിലായല്ലോ? എല്ലാവരോടും കൂടെ ഒക്കെ ഒന്ന് ഞാൻ പറയണം, റെക്കോർഡ് കാണുന്നവരോടും കേൾക്കുന്നവരോടൊക്കെ ഒന്ന് പറയണം.
ട്രൈ ടു ബി പ്രസന്റ് ഇൻ ദ ക്ലാസ്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നമ്മൾ കൂടെ ഇരിക്കുമ്പോൾ ഒരു എനർജി വേറെയാണ്. നന്നായിട്ട് പഠിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി നമ്മൾ ശ്രമിക്കും. കുറച്ചു നേരം നമ്മൾ ഒന്ന് മാറി നിന്നപ്പോഴേക്കും നിങ്ങൾ ഒന്ന് ചെതറിപ്പോയിട്ടുണ്ട്. സോ വി ആർ കമ്മിങ് ബാക്ക്. മെന്റലി ബി റെഡി, ബി പ്രിപ്പയർഡ്, ലെറ്റ് us ഫോക്കസ്. മനസ്സിലായി? നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ. ചന്ദ്ര സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ചന്ദ്ര സാർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ഒരു മിനിറ്റ്, അതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളെ എപ്പോഴും നിങ്ങളോട് ഇങ്ങനെ പറയണല്ലോ, വാട്ട് എവർ, നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടോ? ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനല്ലേ? അടിപൊളി. ആരും ഒന്നും പറയുന്നില്ല. അമീന എന്താ പറയണ്ടായിരുന്നു? ഹെപ്പറ്റൈറ്റിസിന്റെ കാര്യം വിട്ടേക്ക്. അത് ഞാൻ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ സാധനം അങ്ങനെ പറഞ്ഞാണ്. അത് വിട്ടേക്ക്. അതൊക്കെ നമുക്ക് പഠിപ്പിക്കും, ടീച്ചേഴ്സ് പഠിപ്പിക്കുമായിരിക്കും. പറയൂ, എനിത്തിങ് വാട്ട് യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്. ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കൂ. ഇന്റർവ്യൂവിന് സംസാരിക്കേണ്ടി വരുള്ളൂ. ഇന്റർവ്യൂ നിങ്ങളോട് ചോദിക്കും. അപ്പൊ ബബ്ബ പറയുന്ന കാര്യമില്ല. എന്തായാലും 14 13 12 11 ആ മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തുറക്കണല്ലോ. മിനിമം എന്തായാലും 11 12. ചന്ദ്രസാറിന് അറിയായിരിക്കും. 13 11 12 മിനിമം ഇട്ട് കൊടുക്കും തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നന്നായിട്ട് സംസാരിച്ച് ഉത്തരം പറയുന്നവർക്കാണ് 12 13 14 കിട്ടുന്നത് 20-ൽ. അപ്പൊ നിങ്ങളെ എന്താ അഭിപ്രായം? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ധൈര്യപൂർവ്വം സംസാരിക്കൂ. ഉർഷാദെ പറയൂ. ഉർഷാദ് തുടങ്ങിയിട്ടോളൂ. ഒരു 5 മിനിറ്റ്. അപ്പോഴേക്കും നമുക്ക് ചന്ദ്രസാർ വരും. അപ്പൊ എന്തായാലും ക്ലാസ്സിലെ നിങ്ങൾ ചോദിക്കും. ആ ജയസാണ്. ജയസൊക്കെ ഇനിയും സമയമുള്ളത് കൊണ്ട് പിന്നെ DME-ന്റെ ജയസു ആണ്. ഇർഷാദ് ജയസുടെ കാര്യം നിങ്ങൾ വിഷമിക്കേ വേണ്ട. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒക്ടോബറിൽ എക്സാം ഉള്ളു. ഇതുവരെ നിങ്ങൾ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക. ജൂൺ 30 വരെ ഏപ്രിൽ 30 വരെ നടക്കുന്ന ക്ലാസ്സിൽ നിങ്ങളും കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക. നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സുകൾ തുടങ്ങും. ഇപ്പൊ നമുക്ക് ഇവർക്ക് ഫോക്കസ് ചെയ്തേ പറ്റൂ. കാരണം നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഇതേ ഒരു കമ്മിറ്റ്മെന്റും റെസ്പോൺസിബിലിറ്റിയും ജയസോയുടെ കാര്യത്തിൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. ജൂൺ വരെ പരീക്ഷ കഴിയുന്നതോടുകൂടി, അല്ലെങ്കിൽ ജൂൺ 15 മുതൽ നമ്മൾ ഈ ഒരു 3-4 മാസം ജയസോയിൽ കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ആയിരിക്കും. അതും അതിൽ എടുക്കുന്ന ഫാക്കൽറ്റീസിനോട് മാക്സിമം പോർഷൻസ്, അവരൊക്കെ PPT-യും പോർഷൻസും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് ഇർഷാദ്. ഇവർക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ? അതായത് ഇപ്പൊ സർവീസ് കയറിയ ഒരാളെന്ന നിലക്ക് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ? അങ്ങനെയും പറയാലോ. സാറ് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പം അതിലും കൂടുതൽ സാറ് ഇപ്പൊ എല്ലാം ഓക്കെ കൊടുക്കുന്നില്ലേ? മോട്ടിവേഷനും ഇതെല്ലാം കൊടുക്കുന്നുണ്ട് സാറ്. പിന്നെ ഇപ്പം അതിലും കൂടുതലായിട്ടൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് സർവീസിൽ? ഇപ്പം വെറുതെ പറയാ, ഒരു 50+ ശമ്പളം കിട്ടുന്നുണ്ടോ? വെറുതെ ഒരു ചോദ്യം. അത് നമ്മൾ തമ്മിലൊരു രഹസ്യമല്ലേ? നമ്മൾ തമ്മിലുള്ള രഹസ്യം പിന്നെ പറഞ്ഞാൽ പോരെ സാർ? എല്ലാരും കേൾക്കുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തായാലും സത്യമാണ് കേട്ടോ. ശരി, വെരി ഗുഡ്. ശരി സാർ. നെക്സ്റ്റ്, വേറെ ആരെങ്കിലും? എനിവൺ പ്ലീസ്. എപ്പോഴും നമ്മളൊരു ഗൗരവപൂർണമായ ക്ലാസ് ആണ്. അതിൽ ലിപ്പിഡ് മെറ്റബോളിസം അല്ല, ഞാൻ അടുത്തോളം അങ്ങനെ പേടിക്കണ്ട. ശരി, നെക്സ്റ്റ്. ആരുമില്ല. അപ്പൊ 7 മണി. ചന്ദ്ര സാറേ, ഒരു സാർ എന്തെങ്കിലും ഒന്ന് വരും. സാറിനെ കണ്ടിട്ട് കുറെ കാലമായി. ഒന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമോ മക്കളടുത്ത്, കുട്ടികളടുത്ത്? ശരി, ഒന്നുമില്ല. ഞാനീ ഇവരെയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ കുറെ ആയി. എനിക്ക് ഒരു ചെറിയൊരു ഒരു ആക്സിഡന്റ് പറ്റിയിരുന്നേ. നെറ്റിക്കൊരു മുറിവൊക്കെ പറ്റി. ഇനി നിങ്ങൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊന്നും സാധാരണ ഏത് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കയറി ഒന്ന് എത്തി നോക്കാറുണ്ട്. ക്ലാസ്സുകളിലേക്ക് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എത്തി നോക്കാറുണ്ടായിരുന്നു. ഏതാണ്ട് കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് എനിക്ക് ക്ലാസ്സിലൊന്നും വരാൻ പറ്റിയിട്ടില്ല, നോക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ലത്തീഫും ആരിഫിനും സാറിനൊക്കെ റംസാൻ മാസമായതുകൊണ്ടും അവർക്കും വലിയ കാര്യമായിട്ടും നോക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. എന്തായാലും നമ്മളെ ഫാക്കൽറ്റീസ് ഒക്കെ നന്നായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടാവും. ക്ലാസ്സിൻ്റെ അതൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഇടയ്ക്ക് നോക്കാറുണ്ട്. അവർ ക്ലാസ് എടുത്തിട്ടുണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ എന്താ പ്രശ്നം? ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ 2 മാസം ഉണ്ടാവും നമുക്ക് റിവിഷൻ. ഇപ്പോൾ ഏപ്രിൽ മാസത്തോടുകൂടി ഏതാണ്ടൊക്കെ പോർഷനൊക്കെ തീരും. ഞാൻ ഇപ്പം അതൊക്കെ നോക്കിയപ്പോൾ ഏതാണ്ട് പോർഷനൊക്കെ ഒരു തീർന്നു വരികയാണ്. എനിക്ക് തോന്നുന്നു ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും നമ്മുടെ സിലബസ് കവർ ചെയ്യും. ഏതിൻ്റെ? DME-യുടെ സിലബസ് കവർ ചെയ്യും. ഈ DME ഇപ്പം ജയസോന്റെ സിലബസ് വന്നിട്ടില്ലല്ലോ സാറേ. ജയസോന്റെ ശരിക്കുള്ള സിലബസ് വന്നിട്ടില്ലല്ലോ. DME-ക്ക് തന്നെ പഴയൊരു സിലബസ് ഉണ്ടായിരുന്നു, ജയസോക്ക് ഒരു പഴയ സിലബസ് ഉണ്ടായിരുന്നു. ആ 2 പഴയ സിലബസ് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ടൊക്കെ DME-യുടെ സിലബസ് ഒക്കെ ഏതാണ്ട് കവർ ആയിട്ടുണ്ട്. ഇനി ഏതാണ്ട് ഒരേമാതിരി തന്നെയൊക്കെയാണ് DME-യുടെ ജയസോയുടെ സിലബസ് പോകുന്നത്. പക്ഷേ കുറെ കാര്യങ്ങൾ കുറച്ച് ആഴത്തിൽ പഠിക്കാനുണ്ട്, ജയസോക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ നോട്ട് ചെയ്ത് ഇനിയിപ്പോൾ അത് ബാക്കിയിട്ടിട്ട് കുറച്ചുകൂടി സമയമുണ്ടല്ലോ, ആ സമയത്ത് ആ ജയസോയുടെ ഇതൊക്കെ കുറച്ചുകൂടി ഒന്ന്
പഠിക്കാനുണ്ടാവും. ഡി എം ഇക്ക് ഒരു ഇതൊക്കെ ഏതാണ്ടൊക്കെ കവർ ചെയ്ത് പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ആ ഡി എം ഇയുടെ പഴയ സിലബസും നമ്മളുടെ ഡി എം ഇ എക്സാം എഴുതുന്ന എല്ലാ കാൻഡിഡേറ്റ്സും ഒന്ന് നോക്കണം. ഏത് പഠിത്തത്തിന് പോയാലും ശരി, ആ സിലബസ് നമ്മളൊന്ന് ശരിക്കും ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുക. പിന്നെ ഇന്നിപ്പം ലത്തീഫ് സാറ് പറഞ്ഞത് എന്താ വെച്ചാൽ കൺസെപ്റ്റ് ബിൽഡിംഗ് ആണ്. നമ്മൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. നമ്മൾ ഒരു കുറെ ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യനൊക്കെ ക്ലാസ് തുടങ്ങുമ്പോൾ എല്ലാവർക്കും ആവശ്യം വേണ്ടത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്. ഈ ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ഉണ്ടാക്കി തരുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും വായിച്ച് പഠിക്കുന്ന ഒരു സ്വഭാവം ശരിക്കും മാറണം. ഇപ്പോഴാണ് അത് മാറേണ്ടത്. ആദ്യം ലാസ്റ്റിലേക്ക് പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളെ കേൾക്കാത്തതൊക്കെ അറിയാതെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഓടിച്ചൊക്കെ നോക്കാം. പക്ഷെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് കൺസെപ്റ്റ് ക്ലിയർ ആക്കി പോയി കഴിഞ്ഞാൽ പിന്നെ എവിടുന്ന് ക്വസ്റ്റ്യൻ വന്നാലും ഒരു തിരിച്ചും മറിച്ചൊരു ക്വസ്റ്റ്യൻ വന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒരുപാട് ഒരു റെസ്പോൺസ് ഏതാണ്ട് ഒരേമാതിരി തോന്നും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ. അങ്ങനെ കുഴപ്പിക്കുന്ന കുറെ ചോയ്സസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ചോയ്സസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചോയ്സസ് സെലക്ട് ചെയ്യാനും എളുപ്പമായിരിക്കും. അതുകൊണ്ട് അതാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത്. കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കണം. നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് മനസ്സിലാക്കി പഠിക്കണം. പിന്നെ പത്തോളജിയിൽ എന്തെങ്കിലും പോർഷനൊക്കെ ഏതാണ്ട് തീരാറായി. ഇപ്പം ബ്ലഡ് ബാങ്കിൽ കുറച്ച് പോർഷൻ തീരാനുണ്ടാവും പത്തോളജിയിൽ. പിന്നെ സ്റ്റെയിനിങ്ങിന്റെ കുറച്ച് പോർഷൻ ഉണ്ടാവും. സൈറ്റോളജി ഒക്കെ ഏതാണ്ടൊക്കെ തീർന്നുകൊണ്ടിരിക്കണു. വലിയ പോർഷനൊന്നും ഇനി കൂടുതലായിട്ട് ഇല്ല. ഹെമറ്റോളജിയിൽ കുറച്ച് പോർഷൻസ് ഒക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും പത്തോളജിയുടെ പോർഷനൊക്കെ ഏതാണ്ട് തീരുന്നാണ് തോന്നുന്നത്. ആ ദീപ മാഡം അത് ശരിക്കും നോക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചേരം പറഞ്ഞിരുന്നു ഏതാണ്ടൊക്കെ പെട്ടെന്ന് തീരും, കുറച്ചേ ഉള്ളൂ പോർഷനൊക്കെ നല്ലത് പറഞ്ഞിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് എന്ത് ചെയ്യണം? നിങ്ങളൊരു റോൾ അതിൻ്റെ അത് ആവശ്യമാണ്. ഞങ്ങളെ വിളിച്ച് പറയണം. ഇപ്പൊ ലത്തീഫ് സാറൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വിളിക്കാറുണ്ട്, മെസ്സേജ് ഇടാറുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഇനി നിങ്ങളുടെ സജഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ട് ആ പോർഷൻ എടുത്തിട്ടില്ല, ഇന്ന പോർഷൻ എടുത്തിട്ടില്ല, ഇന്ന ക്വസ്റ്റ്യൻ കവർ ചെയ്തിട്ടില്ല, അല്ലെ ഇന്ന ക്വസ്റ്റ്യൻ ആൻസർ തെറ്റായിരുന്നു. ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടി, കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കയ്യിൽ വന്നു. ഇപ്പോൾ നമ്മളെ ആപ്പിലൊക്കെ കുറെ ക്വസ്റ്റ്യൻ വന്നു. അതിൽ ഇന്ന ക്വസ്റ്റ്യൻ ഇന്ന ആൻസർ ആകുമോ, അതിൽ ഇന്ന ആൻസർ ആയിക്കൂടെ എന്നുള്ളത് നിങ്ങൾ കുറെ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ സജഷനും ഇനി അങ്ങോട്ട് ക്ലാസ് കൊണ്ടുപോകാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന ആൾക്കാരിനേക്കാളൊക്കെ കഴിവുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്, എനിക്കറിയാം. കുറെ എക്സ്പേർട്സ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറിയുന്ന കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കരുത്. കാര്യം ഞാനിത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ വേറൊരാൾ കേൾക്കുമല്ലോ, വേറൊരാൾ കേട്ട് കഴിഞ്ഞാൽ അവർ മാർക്ക് സ്കോർ ചെയ്യല്ലോ എന്നുള്ള ഒരു ചിന്തിക്കരുത്. അത് കിട്ടട്ടെ, അത് നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മളെ മനസ്സിൽ അത് സെമന്റിങ് ആയിട്ട് കിടക്കും. അങ്ങനത്തെ ഒരു കോമ്പറ്റീഷന്റെ ആവശ്യമൊന്നുമില്ല. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒളിച്ചു വെച്ചോ, നിങ്ങൾ കഷ്ടപ്പെട്ട് അങ്ങനെയുള്ള പഠിച്ച കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ആരോട് ചോദിച്ചോ, അല്ലെങ്കിൽ നമ്മൾ ആരും വിളിച്ചിട്ടോ, അല്ലെങ്കിൽ ഇതിൽ തന്നെ ചോദിക്കുകയോ ചെയ്യാം. അങ്ങനെ ഒരു ബ്രോഡ് മൈൻഡും കൂടെ നമുക്ക് ആവശ്യമാണ്. എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. അപ്പൊ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഒരുപാട് തെറ്റ് വരാം. ആ തെറ്റ് നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത്. പിന്നെ സജഷൻ, നമ്മളിപ്പോൾ വരെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകാൻ സാറേ, ഇതൊക്കെ കുറെ തള്ളുക, അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് സാറ് ഞാനിപ്പം ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു, അതൊക്കെ ചോദിക്കുകയോ, അങ്ങനെ കുറെ ഡീപ്പായിട്ട് വേണോ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, അത് ഞങ്ങൾ സ്ട്രെസ് ചെയ്ത് കൊടുത്ത് പഠിക്കേണ്ടതാണോ? ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്റ്റേനിങ്ങിൽ കുറെ ക്ലാസ് എടുത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ പോയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചോദിക്കോ, അതൊക്കെ ഈ DME ലെവൽ ചോദിക്കോ, അങ്ങനെയുള്ള സംശയങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ഷന് ഒരു പ്രാധാന്യം കിട്ടും. അപ്പൊ എനിക്ക് ഒരു ആവശ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ, അതിപ്പോ നിങ്ങൾക്കിപ്പോ ഈ ഗ്രൂപ്പിൽ പറയാൻ പറ്റില്ലെങ്കിൽ ലത്തീഫ് സാറിനെയോ ആരിഫ് സാറിനെയോ അല്ലെങ്കിൽ സായിദ് സാറിനെയോ ആരെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ട് ആ സജഷൻസ് ഇനി അടുത്ത 2 മാസക്കാലങ്ങളിലേക്ക് നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളത് നിങ്ങൾക്കൊരു സജഷൻ ഉണ്ടെങ്കിൽ അത് മെസ്സേജ് ചെയ്ത് കൊടുക്കാം, വിളിച്ചു പറയാം, അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ പറയാം. കുഴപ്പമില്ലാത്തവർക്ക് അങ്ങനെയും പറയാം.
അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആണ്. എനിക്കതേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, ഞാനിപ്പോ ഇതിന്റെ മുഖ്യ രക്ഷാധികാരിയാണ്, കുറച്ചു കാലമായിട്ട് ഞാൻ ഇപ്പൊ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിലും, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇനിയിപ്പം ഈ ഇതിന്റെ മറ്റുള്ള ഡയറക്ടേഴ്സിനോട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ, നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ, ഇന്നെ ഒരു പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ എന്നോടും പറയാം. അല്ല, അങ്ങനെ ഒരു പ്രശ്നം വരൂല, ഞാൻ പറഞ്ഞതാണ്. ഏതെങ്കിലും അതായത് നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും പോരായ്മകൾ ഏലത്തിന്റെ ഭാഗത്തുണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകൾ ഏതെങ്കിലും ഫാക്കൽറ്റീസിന്റെ ഭാഗത്തുണ്ടെങ്കിൽ, നിങ്ങൾ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, ഇനി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് തുറന്നു പറയാം. പിന്നെ നമുക്ക് ടെസ്റ്റുകളുടെ കുറച്ച് അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾക്ക് കുറെ ടെസ്റ്റുകൾ കുറച്ചുകൂടി നടത്തേണ്ടി വരും. അപ്പോൾ ലത്തീഫ് സാർ കുറെ ടെസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് വേറെ കുറെ ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടി വരും. അതിപ്പം ഇതിന്റെ ALSന്റെ ഡയറക്ടേഴ്സ് അത് ശ്രദ്ധിക്കുന്നുണ്ടാവും. നമ്മളൊരു പരീക്ഷ നടത്തുന്ന മാതിരി, അതായത് PSC പരീക്ഷ നടത്തുന്ന മാതിരിയുള്ള കുറെ പരീക്ഷകൾ നടത്തേണ്ടി വരും. പിന്നെ ലത്തീഫ് സാറെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ഇങ്ങനെ ഒരു ഏരിയയിൽ കേന്ദ്രീകരിച്ച് എല്ലാവരും മീറ്റ് ചെയ്യാമെന്നും കുറെ പരീക്ഷകൾ നടത്തുന്ന രീതിയിൽ കുറെ പരീക്ഷകളൊക്കെ നടത്താൻ നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുമോ നോക്കണം. നമുക്ക് ഓരോ ഏരിയയിൽ കുറെ പേർക്ക് വരാൻ പറ്റുന്ന ഒരു ഏരിയയിലുണ്ട്, എല്ലാവരെയും മീറ്റപ്പ് കാണുകയും ചെയ്യാം. ഒരു പരീക്ഷ നടത്തുന്ന രീതിയിൽ ഒന്ന് നേരിട്ട് ഒരു ഓഫ്ലൈൻ ആയിട്ട് കുറച്ച് ക്ലാസ്സുകളോ. ആലോചിക്കാം സാറേ. നമ്മൾ അന്ന് പ്ലാൻ ചെയ്തത് എറണാകുളം, കോഴിക്കോട്, ട്രിവാൻഡ്രം, ഈ 3 സെന്ററുകൾ ഫോക്കസ് ചെയ്തിട്ട് ഏതെങ്കിലും നമുക്ക് ഇങ്ങനെ 3 സ്ഥലത്ത് ഒരു എക്സാം, ഒരു കുറച്ച് ക്ലാസ്സും പിന്നെ നമ്മൾ പ്ലാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ബണ്ടുകളൊക്കെ ആക്കിയിട്ടേ അങ്ങനെയൊക്കെ നടത്താൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കുക. അത് ഇവരെ സജഷനും കൂടി വേണം. അപ്പൊ എല്ലാ ആൾക്കാർക്കും ഇപ്പം അതിന്റെ ആവശ്യമുണ്ടോ സാറേ, ഇങ്ങനെ ഓൺലൈൻ തന്നെ പോരെ? ഇപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് ഇപ്പം കോഴിക്കോട് മറ്റേ മലപ്പുറത്ത് നിന്ന് അല്ലെങ്കിൽ പാലക്കാട് നിന്നൊക്കെ കോഴിക്കോട്ടേക്ക് വരണ്ടേ, അല്ലെങ്കിൽ ഞങ്ങൾ എറണാകുളത്തേക്ക് പോകണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അത് നിങ്ങളൊരു സജഷൻ ഇമ്പോർട്ടന്റ്. അങ്ങനെ വേണോ വേണ്ടയോ, അല്ല ഇങ്ങനെ തന്നെ മതിയോ നോക്കുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇനിയിപ്പോ 2 മാസത്തേക്ക് DMEയുടെ പരീക്ഷയുടെ കാര്യം പറയാണ്. അത് എങ്ങനെ രൂപപ്പെടുത്തണം എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ഡയറക്ടേഴ്സിന് മെസ്സേജ് ചെയ്യുക. ഈ 2 മാസം ഇങ്ങനെ പോയാൽ നന്നായിരിക്കും എന്നുള്ളത്. പിന്നെ ഓരോ ആൾക്കാർക്കും എന്തെങ്കിലും നോട്ട്സോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഞാൻ ഇൻഡിവിജ്വലായിട്ട് എന്നെ എങ്ങനെ ശ്രദ്ധിക്കണമെന്നോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ വേണമെന്നോ, എനിക്ക് ഇന്ന് മെറ്റീരിയൽസ് വേണമെന്നോ, ഏതൊരു ക്ലാസ്സിൽ ഞാൻ വന്നിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒന്ന് അയച്ചിരുമോ, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഫാക്കൽറ്റീസിനെ വിളിച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ എക്സ്പ്ലനേഷൻ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തു തരാൻ പറ്റും. അപ്പൊ എന്തായാലും ലാസ്റ്റ് 1 മന്ത് നമ്മൾ വെറും ക്വസ്റ്റ്യനിലേക്കും പരീക്ഷകളിലേക്കായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. കൺസെപ്റ്റ് ബിൽഡിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിന് മുമ്പേ തീർത്തിരിക്കണം. ലാസ്റ്റ് 1 മന്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കൂല. ക്വസ്റ്റ്യൻ ചെയ്യലും പരീക്ഷ ചെയ്യലും മാത്രമായിരിക്കും ഉണ്ടാവുക. ഈ ഏപ്രിൽ ആകുമ്പോഴേക്കും നമ്മൾ എല്ലാം പഠിച്ച് തീർക്കുക എന്നുള്ളതാണ് നല്ലത്. പിന്നെ അടുത്തൊരു മാസം റിവിഷൻ, ലാസ്റ്റ് 1 മാസം എന്ന് പറഞ്ഞാൽ പരീക്ഷകളും. പിന്നെ എങ്ങനെയാണോ പ്ലാൻ ചെയ്ത് അങ്ങനെ ആ രീതിയിലൊക്കെ പോകുന്നതായിരിക്കും നന്നാവുക എന്നുള്ളത്. പിന്നെ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സജഷനും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. യെസ്, ആർക്കെങ്കിലും ഏതെങ്കിലും ധൈര്യപൂർവ്വം പറയാനുണ്ടോ? എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ? അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ചില ആളുകൾക്ക് ചോദിക്കാണ്ട്, ഇപ്പോൾ ഈ പേഴ്സണൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയാ, ആ സമയം മാറ്റി തരും, അങ്ങനത്തെ മെസ്സേജും ചോദിക്കരുത്. കാരണം ഇത് നമ്മൾ എല്ലാവരുടെയും സൗകര്യത്തിന് ഏറ്റവും മാക്സിമം നമ്മൾ ഒരുപാട് ആലോചിച്ചൊക്കെ ഉണ്ടാക്കി ബിൽഡ് ചെയ്ത ടൈമിംഗ് ഒക്കെയാണ്. ടൈമിംഗ് മാറ്റി തരുമോ, ഞാൻ വേറെ രാജ്യത്താണ്, അതിനൊന്നും വലിയ സ്കോപ്പ് ഇല്ല. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ കൂടെ ഉണ്ട് നമ്മൾ, മനസ്സിലായല്ലോ. നിങ്ങളൊന്ന് പഠിച്ചാൽ മതി, ഇത് കിട്ടും, വെറുതെ കളയേണ്ടത്. കാരണം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ, മനസ്സിലായല്ലോ. 1.5 കൊല്ലമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി വേറെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടി ഇന്ന സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്യണ്ട, ആകെ ടെൻഷനാ സാറേ, ആകെ കൺഫ്യൂഷനാ സാറേ, ആകെ പിടുത്തം വിട്ടിരിക്കണം, ഞാൻ ഇനി ALS ജോയിൻ ചെയ്യട്ടെ, എനിക്കിപ്പോ ആകെ ഒരു ക്ലാരിറ്റി ഇല്ല, കുറെ പഠിച്ച് ആകെ കൺഫ്യൂഷനായി, ആകെ ഒരു ചെതറിക്കിടക്കുന്ന അവസ്ഥയാണ്. 1.5 കൊല്ലമായിട്ടുള്ള കുട്ടിയാണ്, 1.5 കൊല്ലമായിട്ട് ജോലിയൊക്കെ ഉപേക്ഷിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയൊന്നും ബേജാറാവണ്ട. നിങ്ങൾ എന്തായാലും ഒരു സമാധാനത്തിൽ പഠിക്കുക, ഒരു കൂളായിട്ട് പഠിക്കുക. ചിലപ്പോ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നേക്കാം. ഓരോരുത്തരുടെ ആദ്യം വ്യാധിയൊക്കെ അതാണ്. അപ്പൊ ചിലപ്പോൾ അതിൽ അതാ ഞാൻ നേരത്തെ ചന്ദ്ര സാർ പറഞ്ഞേ, കൺസെപ്റ്റ് ബിൽഡ് ചെയ്യണമെന്നാണ്. ചിലപ്പോൾ ചോദിച്ചേക്കാം, അനീമിയ, ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരിക, അനീമിയ ഇസ് എ ഡിസീസ്. ഓപ്ഷൻ 1, അനീമിയ ഇസ് എ ഡിസീസ്.
Statement 1, anemia is a disease. Statement 2, anemia is a secondary phenomenon. Option B, anemia is not a disease. Anemia is a secondary phenomenon. മൂന്നാമത്തത് വീണ്ടും anemia is a disease, it is not a secondary phenomenon. നാലാമത്തെ anemia is not a disease, not a secondary phenomenon. നിങ്ങൾ എന്താ ആകെ കൺഫ്യൂഷൻ അടിക്കാനൊന്നുമില്ല. എന്തായിരിക്കും അതിന്റെ ഉത്തരം? ഹെമറ്റോളജിക്കാർക്കൊന്ന് പറഞ്ഞേ. അനീമിയ is not a disease, it is a secondary condition. Anemia is a disease, it is a secondary condition. Anemia is not a disease, it is a secondary condition. Anemia is not a disease and not a secondary condition. എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? എന്തായിരിക്കും? Which of the following statement is correct? 1 and 2 അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ എന്താ എഴുതുക? നിങ്ങളിപ്പോ കൺഫ്യൂഷൻ ആയി, കാരണം ഈ ക്വസ്റ്റ്യൻ കാണാത്തോണ്ടാണത്. ഞാൻ എന്റെ വാക്കുകൾ മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. നിങ്ങൾ എന്തായിരിക്കും ഇവിടെ ആൻസർ? ആരെങ്കിലും ഒക്കെ പറയൂ. അനീമിയ ഡിസീസ് ആണോ? അനീമിയ ഒരു സെക്കൻഡറി കണ്ടീഷൻ ആണോ? ആര്യ എന്താ പറഞ്ഞേ? അനീമിയ ഡിസീസ് അല്ല. അനീമിയ ഡിസീസ് അല്ല, ആ അതൊരു ആര്യ, ഞാനൊരു ചോദിക്കാനുള്ള കാര്യം വെച്ചാൽ അനീമിയ ഡിസ്കഷൻ കഴിഞ്ഞല്ലോ. നിങ്ങളെ പിന്നെ ഫാക്കൽറ്റി നിങ്ങളെ പഠിപ്പിച്ചല്ലോ. അനീമിയ കവർ ചെയ്ത് കഴിഞ്ഞില്ലേ? കവർ ചെയ്യും. അപ്പൊ പറയും അനീമിയ ഡിസീസ് അല്ല, സെക്കൻഡറി കണ്ടീഷൻ ആണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ആര്യക്ക് ശരിയാണ്, ബാക്കി കുറച്ച് പേര് ശരിയാണോ തെറ്റാണ് പറയും. വിരുദ്ധാഭിപ്രായം ഉണ്ടോ? അപ്പൊ ഞാൻ നോക്കൂ, നിങ്ങൾ അനീമിയ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളോട് ഞാൻ വളരെ ഏറ്റവും സിംപ്ലസ്റ്റ്, ഞാൻ ഭയങ്കര വിദഗ്ധനൊന്നുമല്ല കേട്ടോ. ഞാൻ വളരെ ഒരു നിങ്ങളെ പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം നിങ്ങളോട് ചോദിച്ചത്. ഞാൻ വെറുതെ അനീമിയ കഴിഞ്ഞു എന്ന് പറഞ്ഞോട് ചോദിക്കുക. അനീമിയ ഒരു ഡിസീസ് ആണോ, അതൊരു സെക്കൻഡറി കണ്ടീഷൻ ആണോ? എന്താ നിങ്ങൾ അതിലുള്ള കൺസെപ്റ്റ് എന്താ? ഒരു ഡിസീസ് തന്നെയല്ലേ സാറേ? അനീമിയ ഡിസീസ് അല്ലേ എന്ന് ലേഖ പിക്ക് ഒരു സംശയം വന്നിട്ടുണ്ട്. രക്തക്കുറവ് അതാണ് ഞാൻ പറഞ്ഞത്, കൺസെപ്റ്റ് ബിൽഡിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. മനസ്സിലായല്ലോ? ഇപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് വന്നിരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സാധനം, അനീമിയ ഡിസീസ് ആണോ, അത് സെക്കൻഡറി കണ്ടീഷൻ ആണോ? ഇൻസഫിഷ്യന്റ് ഹീമോഗ്ലോബിൻ ഉള്ള ഒരു അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയാം? അനീമിയ എന്ന് പറയുന്നത്. അതൊരു കൺസെപ്റ്റ് അല്ലേ, ബേസിക് കൺസെപ്റ്റ് ആണ്. ഇൻസഫിഷ്യന്റ് ഹീമോഗ്ലോബിൻ ഉള്ള ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത്. അത് ഓക്സിജൻ ഡെഫിഷ്യൻസിക്ക് കാരണമാവും. അതൊരു സെക്കൻഡറി കണ്ടീഷൻ ആണ്. ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. ഇത് ഞാൻ പെട്ടെന്ന് ഇനിയിപ്പോ തിരുത്തണമെങ്കിൽ ചന്ദ്രസാറൊക്കെ തിരുത്തിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, നോ പ്രോബ്ലം. അപ്പൊ ഈ കൺസെപ്റ്റ് എന്താ പറയുക വെച്ചാൽ, ഈ കൺസെപ്റ്റ് നമുക്ക് ഈ കൺസെപ്റ്റ് ഒരു സംഗതി നമ്മുടെ കയ്യിൽ ഉണ്ടായാലേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ എക്സാം ഹാള് നമ്മൾ എന്ത് ചെയ്യും? എക്സാം ഹാള് നമ്മൾ പഠിക്കും. അതേസമയം ഇപ്പൊ അനീമിയ തന്നെ ഞാൻ വേറൊരു കാര്യങ്ങളോട് പറയാം. അപ്പൊ ഞാൻ നിങ്ങളോട് വേറെ കാര്യം പറയാം. വേറെ ചില സാധനങ്ങൾ നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ടി വരുമെന്ന്. വേറെ ചില സാധനങ്ങൾ, ചില സംഭവങ്ങൾ, ചില പദങ്ങള് നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നതിന് വേണ്ടി വരും. അല്ലെങ്കിൽ നമുക്കത് ഒരു ബ്രെയിനിൽ നമ്മളിങ്ങനെ അടിച്ചു കയറ്റി വിടേണ്ടി വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില ടേംസ് ഉണ്ടല്ലോ. ഇപ്പൊ ഞങ്ങളോട് ചോദിക്കാം, വേറൊരു ടേം ചോദിക്കാം. ഇപ്പൊ മെൻസർ ഇൻഡെക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? MENTZER, മെൻസർ ഇൻഡെക്സ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ഞാൻ എന്റെ ക്ലിനിക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറ്. ചിലപ്പം PSCക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? MENTZER അങ്ങനെ ഇൻഡെക്സ് കേട്ടിട്ടുണ്ടോ? ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ആരും കേട്ടിട്ടുണ്ടോ? MENTZER ഇൻഡെക്സ്, മെൻസർ ഇൻഡെക്സ് ആരും കേട്ടിട്ടുണ്ടോ? നോ, ആരും കേട്ടില്ല. MSc പിന്നെ ഹെമറ്റോളജി ആൻഡ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ പഠിച്ച, ട്രാൻസ്ഫ്യൂഷൻ മൾട്ടി പത്തോളജി പഠിച്ചവരൊന്നും കേട്ടില്ല. ആരും കേട്ടില്ല. കേട്ടവർ ആരും ഇല്ല. എന്തായാലും ഞാൻ പറഞ്ഞു, വെറുതെ പറഞ്ഞെന്ന് മാത്രം. അപ്പൊ നമ്മളെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിന്റെ എന്തോ MCV റിലേറ്റഡ് ആണോ സാർ? ഫ്രം ഗോപിക. MCV അതിൽ കണക്ഷൻ ഉണ്ട്, ശരിയാണ്. MCV അതാ പറഞ്ഞത്, MCVയിലെ കണക്ഷൻ ഉണ്ട്, ശരിയാണ്. അതാണ് പറഞ്ഞത്. അവിടെ നോക്കൂ,
അവിടെ നമ്മളത് എന്താ വെച്ചാൽ MCV/RBC ആണ്. മനസ്സിലായല്ലോ? റേഷ്യോ ഓഫ് MCV/RBC ആണ്. അത് സത്യം പറയുകയാണെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയയും ബീറ്റാ തലസീമിയയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻഡെക്സാ. നിങ്ങൾ അതിനെപ്പറ്റി പിന്നെ പഠിച്ചാൽ മതി. MCV/RBC എന്ന് പറയുന്നത് ആ ഇൻഡെക്സ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് IDA അയൺ ഡെഫിഷ്യൻസി അനീമിയയും ബീറ്റാ തലസീമിയയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മൾ അത് പഠിക്കുമ്പോൾ നമ്മൾ അഡീഷണൽ കണക്ട് ചെയ്ത് പഠിക്കും. ഇപ്പൊ ലാബിൽ നമ്മൾ എന്താ അയൺ ഡെഫിഷ്യൻസി അനീമിയക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുക, അതാ കൺസെപ്റ്റ്. ഈ ഒരു സംഭവം കിട്ടിയാൽ ഞാൻ കൺസെപ്റ്റ് ബിൽഡിങ്ങിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ ഞാൻ എന്തൊക്കെ ചെയ്യും? ലാബിൽ അയൺ ചെയ്യും, പിന്നെ UIBC അല്ലെങ്കിൽ TIBC ചെയ്യും, ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി. അത് നമ്മൾ ചെയ്യും. പിന്നെ ഇത് രണ്ടും ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ബേസിക് ടെസ്റ്റുകൾ. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ പോട്ടെ, സ്മീറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടേം കിട്ടിക്കഴിഞ്ഞാൽ ആ ടേം പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു പക്ഷേ നമ്മൾ അതാ ഞാൻ കൺസെപ്റ്റ് ബിൽഡിങ്ങും ഷോർട്ട് ടൈം മെമ്മറിയിൽ കൊണ്ടുവരേണ്ട സാധനങ്ങളും എങ്ങനെ എക്സാമിൽ റിഫ്ലക്ട് ചെയ്യാന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചില സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ പഠിക്കേണ്ടി തന്നെ വരും. ഇപ്പൊ ടേംസ് ഒക്കെ പഠിക്കേണ്ടി വരും. ആ ഇൻഡെക്സ് ഇതാണ് ഇൻഡെക്സ്. അതെന്താണ്? അയൺ ഡെഫിഷ്യൻസി IDA ബീറ്റാ തലസീമിയ ഡിഫറൻഷിയേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. MCV/RBC ആണ്. അപ്പോ എന്താണ് IDAയുടെ ടെസ്റ്റുകൾ? അങ്ങനെ കണക്ട് ചെയ്ത് പോകാന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കുമ്പോ കുറച്ചും കൂടെ നമുക്ക് വിശാലമായിട്ട് നമ്മുടെ കയ്യിൽ ആ സാധനം ഉണ്ടാവും. ഒരു സംഗതി, ആ സംഗതി നിങ്ങളിപ്പം ക്വസ്റ്റ്യൻ ആൻസർ, ഇപ്പൊ ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ബുക്ക് എഴുതുന്ന എന്തോ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ആൻസർ അങ്ങനെയല്ലല്ലോ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എവിടെ അത് കിട്ടാൻ? ഇതിപ്പോ ഞാൻ കൺസെപ്റ്റ് ഉണ്ടാക്കി, ആ കൺസെപ്റ്റ് ചുറ്റും ഞാൻ സഞ്ചരിക്കുമ്പോഴുള്ള ഗുണം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെ എന്റെ പാനിങ് ബുക്കൊക്കെ? അപ്പോ ഞാനൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി, ആ കൺസെപ്റ്റിന്റെ ചുറ്റും ഞാനിങ്ങനെ സഞ്ചരിച്ചാലുള്ള ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താ? ആ ഒരു ഡോട്ടെങ്കിലും എന്റെ കയ്യിൽ കൃത്യമായിട്ട് ഉണ്ടാവുന്നേ. എന്റെ കയ്യിൽ എന്തുണ്ടാവും? ഈ ഡോട്ട്, ആ ഡോട്ടിന്റെ ചുറ്റുമാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് മിനിമം അതിന് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷക്ക് വരുന്ന സമയത്ത്, ഇപ്പൊ നേരത്തെ ആരോ എനിക്ക് ആമിനെ അതുപോലെ DMT കുട്ടിക്ക് HB ആന്റിജൻ ഒക്കെ പറഞ്ഞു, എവിടെയോ ഞാൻ പഠിച്ചിട്ടുണ്ട് സാർ, എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല. അപ്പൊ അതിന്റെ റിലേറ്റഡും കൂടെ ചെറുതായിട്ട് ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ പരീക്ഷാ ദിവസം നിങ്ങളത് വണ്ടർഫുള്ളി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഒരു ചോദ്യ ഉത്തരം പഠിക്കുന്ന ഇതിന് പകരം കുറച്ച് കൺസെപ്റ്റ് അതിന്റെ ചുറ്റുപാട് ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനത്തെ ഒരു രീതി നമുക്ക് ഒന്ന് ആവിഷ്കരിച്ച് നോക്കാം. സാർ, ആ HB-യുടേത് അത് അതിന്റെ ആൻസർ ശരിക്കും ഡിസീസ് അതന്നെയാവും അനീമിയുടെ? അനീമിയ അതന്നെയാണ്. ഇനി ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഞാൻ പഠിച്ച അങ്ങനെയാണ്. ഓക്കെ, അനീമിയ is not a disease but a term indicating insufficient hemoglobin to deliver oxygen into the cells. It is always a secondary phenomena. ഓക്കെ, അത് കുഴപ്പമില്ല. ഇതൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ ക്വസ്റ്റ്യനബിൾ ആണ്. ഇതൊക്കെ എന്താ വെച്ചാല് ചലഞ്ചിങ് ആണ്. ഓക്കെ, സോ നമുക്ക് പഠിക്കാം കേട്ടോ. നമുക്കത് പഠിക്കാം. അനീമിയ മുഴുവൻ കവർ ചെയ്ത ആളുകൾ നിങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ലായിരുന്നു. ഇറ്റ് ഇസ് ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും പിന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഇസ് ഓക്കെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഈ രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. April 30 വരെ നമ്മൾ ഇങ്ങനെ പോകുന്നു. കൺസെപ്റ്റ് ബിൽഡിംഗ്. May 1 to May 30 നമ്മൾ എന്ത് പോകുന്നു? ക്വസ്റ്റ്യൻ അനാലിസിസ് ഡിസ്കഷനിലേക്ക് പോകുന്നു. ജൂണിൽ നമ്മൾ ഇത് പോകുന്നു. ഇതിൽ നിങ്ങൾ ഹാപ്പി ആണോ? അങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾ വില്ലിംഗ് ആണോ? യെസ് ആണോ? നോൺ ആണോ? ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം? നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തോളൂ. ഇറ്റ് ഈസ് കംഫർട്ടബിൾ വിത്ത് യു, ഇറ്റ് ഈസ് ഓക്കെ വിത്ത് യു, ദെൻ ടൈപ്പ് യെസ്. എല്ലാവരും ദർ ഇസ് 63 3 മേ ബി ഫാക്കൽറ്റീസ്. യെസ് 3 ടൈപ്പ് ചെയ്യ്. 4 ആരൊക്കെ ടൈപ്പ് ചെയ്യണേ കാണുന്നുണ്ട്. ഓക്കെ, യെസ് 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 യെസ്. വെരി ഗുഡ്. ഓൾമോസ്റ്റ് എല്ലാം ടൈപ്പ് ചെയ്യണം. ഇനിയിപ്പോ ക്രാഷ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു 5-6 പേര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ വിഷമിക്കേണ്ട കാര്യമില്ല. അവർ നിങ്ങളുടെ ആ ഗ്രൂപ്പിൽ ഒരു കുറച്ച് പേരേ ഉള്ളൂ. അവരോട് നിങ്ങൾ പറയാനുള്ളത് ജസ്റ്റ് ഇത് ഈ കൂട്ടത്തിൽ നിങ്ങൾ കൂടുക. നിങ്ങൾ തന്നിരിക്കുന്ന പഴയ വീഡിയോസിലൊക്കെ പരമാവധി നിങ്ങൾ കാണാൻ പറ്റുന്നത് കാണുക. അതിൽ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. ഇതേപോലെ ചെയ്യുക. May 1 മുതൽ നമ്മുടെ കൂടെ സജീവമായിട്ട് കൂടി ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പങ്കെടുക്കുക. കഴിയുന്നിടത്തോളം പഴയ വീഡിയോസ് ഒക്കെ കാണാൻ ശ്രമിക്കുക. സമയം ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുക. ഏതാണ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് പോർഷൻ അത് തന്നെ ആദ്യം ഫോക്കസ് ചെയ്ത് പോവുക. ഇതുവരെ പഠിക്കാൻ കഴിയാത്തവരോട് പറയാനുള്ളത് അതാണ്. ഏതാണോ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് അതിന്റെ പഴയ വീഡിയോകളൊക്കെ കാണുക. ഇനിയും സമയമുണ്ട്. ഫൈനൽ വേർഡ് ദിസ് ഇസ് 80 days is enough to cover the
DMLT സിലബസ്, അറ്റ്ലീസ്റ്റ് DMLT ലെവലുള്ള ഒരു മിനിമം സിലബസ് അല്ലെങ്കിൽ നമ്മുടെ DME എക്സാമിന് വേണ്ട നിലവാരത്തിലുള്ള സംഗതികൾ കവർ ചെയ്യാനുള്ള സമയം ഇനിയുണ്ട്. നിങ്ങൾ വൈകിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് സംഗതികൾ വിട്ടുപോയിട്ടില്ല. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ പഠിച്ചാൽ മതി. പക്ഷെ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ദിസ് ഇസ് ദ ലാസ്റ്റ് ആൻഡ് എക്സ്ട്രീം ടൈം ടു എല്ലാ വിധത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും, ചിന്തകളിൽ നിന്നും, പ്രവർത്തികളിൽ നിന്നൊക്കെ മാറി നിന്ന് ഫോക്കസ് 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 എന്നാണ്. മനസ്സിലായല്ലോ? ഒരു ടണലിലൂടെ നമ്മൾ പോകുന്നത് പോലെ അങ്ങ് വിചാരിച്ചാൽ മതി. ആ ടണലിന്റെ എൻഡാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആ ടണൽ എന്ന് പറഞ്ഞാൽ പഠിക്കുക, റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, അത്യാവശ്യമുള്ള ഫിസിക്കൽ കാര്യങ്ങള്, മെന്റൽ കാര്യങ്ങള്, ആരോഗ്യ കാര്യങ്ങള്, അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, എന്റർടൈൻമെന്റ് ഒക്കെ കുറച്ച് കുറക്കുക, സോഷ്യൽ മീഡിയയിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക. എമ്പുരാൻ ഇനിയും വരും, 3 വരും, 4 വരും, 5 വരും. അവർ വിവാദങ്ങൾ ഉണ്ടാക്കും, അവർക്ക് അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവും, നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എമ്പുരാനാണെങ്കിലും തമ്പുരാനാണെങ്കിലും ഒക്കെ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്യാം. നൗ അവർ ഫോക്കസ് വിൽ ബി ഓൺ എക്സാം PSC എക്സാം June 23. കേട്ടോ? അത് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. എന്നെ തന്നെ വിശ്വസിക്കുക, അവനവനെ വിശ്വസിക്കുക. ആരെയും ട്രസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവനവനെ വിശ്വസിക്കുക. എനിക്ക് പറ്റും, എന്നെ കൊണ്ട് കവർ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സിമ്പിളാണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തേക്കുക. അറ്റ്ലീസ്റ്റ് മനസ്സിലായി, അറ്റ്ലീസ്റ്റ് എന്നെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏരിയകൾ ഉണ്ടല്ലോ, അത് തന്നെ ഫോക്കസ് ചെയ്ത് പോവുക. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മെറ്റബോളിസോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നില്ല സാറേ, നോ, അത് വിട്ടേക്കുക. അത് എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. തീരെ നിവൃത്തിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ബാക്കിയുള്ളത് പഠിച്ചാൽ തന്നെ ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കും. കാരണം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമുകളിൽ പോലും 74 അല്ലേ നിങ്ങൾ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ അയച്ചു നോക്കൂ. ആ നിലവാരത്തിലുള്ള കുട്ടികളൊക്കെ തന്നെയാണ് എഴുതുന്നത്. അപ്പൊ അതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചിട്ട് എനിക്കൊന്നും തലയിൽ കയറുന്നില്ല എന്നാണ് പലരും പറയുന്നത്. ഞാൻ അവർക്ക് വേണ്ടി 10-15 മിനിറ്റ് ഒക്കെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു എത്രയോ വാട്സപ്പ് കോളുകളും പിന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അവർക്ക് ആൻസർ ചെയ്യാൻ തന്നെ നമുക്ക് എത്രമാത്രം സമയം എടുക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വെക്കുക. സമാധാനത്തോടു കൂടി പഠിക്കുക, കൂളാവുക. ഇന്നത്തെ ലിപ്പിഡ് മെറ്റബോളിസം ക്ലാസ് ഇന്ന് തൽക്കാലം മാറ്റിയിട്ട് വേറൊരു ദിവസത്തേക്ക് മാറ്റുകയാണ് നമ്മൾ. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ ഒരു സജീവതയും ഊർജ്ജസ്വലതയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് ഞാൻ സ്വയം അങ്ങ് വന്ന് ഏറ്റെടുത്തതാണ് ഈ സെഷൻ. സോ ബിലീവ് മീ, നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. നമ്മൾ കൂടെ ഉണ്ട്. ഇന്ന് മുതൽ നമ്മൾ ഹാർഡ് വർക്ക് തുടങ്ങുകയാണ്. മനസ്സിലായല്ലോ? എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യും, മാക്സിമം പോർഷൻസ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിപ്പിക്കും. എന്ത് ആശങ്ക ഉണ്ടെങ്കിലും, ഐ മീൻസ് റിലേറ്റഡ് വിത്ത് സ്റ്റഡി, യു ക്യാൻ ഷെയർ വിത്ത് അസ്. ഓക്കെ, വി വിൽ ബി ദെയർ. നമുക്കൊരു യൂണിറ്റ് ആയിട്ട് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകും. എല്ലാ പ്രാർത്ഥനകളും ഉണ്ട്, സമാധാനത്തിൽ ചെയ്യാം. എപ്പോഴും ഒരു നല്ല മനസ്സും വെക്കുക. ഞാൻ എപ്പോഴും എല്ലാവരോടും ഇത് പറയുന്നതാണ്. ഇത് എൻ്റെ പേഴ്സണൽ മിഷനായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊരു നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഉദ്ദേശം മനസ്സിൽ വെക്കുക. നല്ല സർവീസ് ജനങ്ങൾക്ക് കൊടുക്കാം, നല്ല റിസൾട്ട് ജനങ്ങൾക്ക് കൊടുക്കാം, ഏറ്റവും നല്ല ഇൻഫോർമേഷൻസ് ജനങ്ങൾക്ക് കൊടുക്കാം, പാവപ്പെട്ട പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യാം. ഈവൻ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ, ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് ദാനം ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, അതിൽ നിന്ന് ചെറിയ പോർഷൻ, ഇപ്പൊ ചിലപ്പോൾ 100 രൂപയാണ് ഒരു മാസം കൊടുക്കുന്നത്. എനിക്ക് സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ കുറച്ചും കൂടെ സുരക്ഷിതമായി കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഒരു 1000 രൂപയൊക്കെ എൻ്റെ ചുറ്റുവട്ടത്തുള്ള വളരെ നീഡി ആയിട്ടുള്ള ആൾക്ക് ചിലപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയേക്കും. അങ്ങനെ നല്ല ഉദ്ദേശങ്ങളൊക്കെ വെച്ച് പോകുമ്പോൾ നിങ്ങളുടെ പരീക്ഷാ ദിവസം നിങ്ങൾ പഠിച്ച ഭാഗത്ത് നിന്ന് തന്നെ ചോദ്യങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കാനുണ്ടാവും. കേട്ടോ? എല്ലാവിധ ആത്മാർത്ഥതയോടുകൂടി, സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി പഠിക്കുക. ഇന്നത്തെ സെഷൻ ഇതാണ്. ഈ ലിപ്പിഡ് മെറ്റബോളിസം ഞാൻ തൽക്കാലം മാറ്റി വെച്ചാണ്. വേറൊരു ദിവസം നമുക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ, 1 മണിക്കൂറേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, തീരെ ക്ലാസ് വരാത്തവരുണ്ടെങ്കിൽ, ജോലി സ്ഥലത്തുള്ളവരുണ്ടെങ്കിൽ അവരോട് പറയാം, ദിസ് ഇസ് എ ലാസ്റ്റ് ചാൻസ്. വി ആർ ലൈക്ക് എ റീബർത്ത്. മനസ്സിലല്ലോ? നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്, റീബർത്ത് ആണെന്ന് പറയാം. Invite them all. Okay, let us go together and enjoy the journey. Thank you so much. Thank you so much.